നിങ്ങളൊരു സേഫ്റ്റി ആയിട്ടുള്ള വെഹിക്കിൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കാറുകൾ പറഞ്ഞുതരാം കേട്ടോ. ഈ കാറുകൾ ചെക്ക് ചെയ്യാതെ നിങ്ങൾ പോവരുത് കേട്ടോ. ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞത് നമ്മുടെ പഞ്ചാണ് കേട്ടോ. പഞ്ച് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. കുറച്ച് ബിസി ആയിപ്പോയി. കുറച്ച് വർക്കിൽ കുറച്ച് കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചിനെ കുറിച്ചാണ്. പഞ്ച് ഇപ്പോൾ പുതിയൊരു മുഖത്തിലാണ് വന്നത്. അപ്പോൾ പഞ്ചിൻ്റെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 6 lakhs മുതൽ 10 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഞ്ച് ഒരു ബെസ്റ്റ് കാറ്റഗറിയുള്ള മൈക്രോ SUV ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന വണ്ടിയാണ് കേട്ടോ. രണ്ടാമത് വരുന്നത് സ്കോഡ കൈലാക് ആണ്. അപ്പോൾ നിങ്ങളൊരു 10 ലക്ഷത്തിന് താഴെയൊക്കെ ഓൺ റോഡ് നോക്കുന്ന ഒരു ബേസ് മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു വലിയ വണ്ടിയാണ് കൈലാക് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി കേട്ടോ. ഐ മീൻ വളരെ വലുതല്ലെങ്കിലും സഫോമീറ്ററിലായിട്ടുള്ള കോമ്പാക്ട് SUV എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇതിൽ ഏകദേശം 7.5 ലക്ഷം മുതൽ 12 ലക്ഷം വരെയൊക്കെയാണ് ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഏകദേശം 10 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് നല്ലൊരു മോഡൽ കിട്ടും കേട്ടോ. ഇതിനും 5 സ്റ്റാർ ആണ്. സ്കോഡ ആയതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇനി വരികയാണെങ്കിൽ ടാറ്റയിലേക്കാണ് നമ്മൾ വരുന്നത് തന്നെ കേട്ടോ. ടാറ്റയുടെ മിക്കവാറും അധിക വണ്ടികൾക്കും 5 സ്റ്റാർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു ഹാച്ച് ബാക്ക് വണ്ടിയാണെങ്കിൽ ടാറ്റ ആൾട്രോസ് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം അടിപൊളി ഫീച്ചേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയിലേക്കും അതേപോലെ സേഫ്റ്റി ആയിട്ട് ഹൈവേയിലേക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ടാറ്റ ആൾട്രോസ് കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. ഹാച്ച് ബാക്ക് ആണ്. അപ്പം മറക്കണ്ട കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞത് തരംഗം സൃഷ്ടിച്ച വണ്ടി തന്നെയാണ്. ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് സെയിൽ ചെയ്യുന്ന വണ്ടിയാണ്. ടാറ്റ നെക്സോൺ ആണ്. നെക്സോണിനെ തോൽപ്പിക്കാൻ ഈ ഒരു സെറ്റപ്പിൽ ആരും തന്നെ ഇല്ല കേട്ടോ. നെക്സോൺ വരികയാണെങ്കിൽ 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് നെക്സോണിൻ്റെ ഒരു പ്രൈസ് കാറ്റഗറി വരുന്നത് കേട്ടോ. ഇതും 5 സ്റ്റാർ തന്നെയാണ്. 6 ആബേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വേരിയൻസിലും ഉണ്ട്. പെട്രോൾ ആയാലും CNG ആയാലും ഡീസൽ ആയാലും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഡീസൽ ആകുമ്പോൾ 1.5 ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര എന്നാണ് വരുന്നത്. 3XO എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. പറയാനില്ല. അത്രയും 5 സ്റ്റാർ സേഫ്റ്റി കാര്യങ്ങൾ, സേഫ്റ്റിക്ക് മുഖ്യം കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. വലിയൊരു വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും വണ്ടി ഓവറോൾ അടിപൊളി തന്നെയാണ്. ഫീച്ചർ റിച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ അടുത്ത സേഫ്റ്റി ഉള്ള വണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി സെഡാൻ ടൈപ്പാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിയ മാരുതി സുസുക്കി ഡിസയർ അടിപൊളി ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ബ്ലാക്ക് കളറൊക്കെ കാണുമ്പോൾ ഒരു ഓഡിയൻ്റെ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. നന്നായിട്ട് എടുക്കാൻ പറ്റിയ നമുക്കൊരു 12-13 ലക്ഷത്തിനൊക്കെ നല്ലൊരു മോഡൽ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഹോണ്ടയിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട അമേസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന് അതിനും ഒരു 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള മോഡൽ തന്നെയാണ്. ഒരുപാട് ടെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഡാസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി ഇൻ ഡെപ്ത് ആയിട്ട് വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.